ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? ഇതാക്കണ ഒരു മാക്സി ഇട്ട ബീവി താത്ത വരുന്നു കേട്ടോ. എന്നാ സുന്ദരി പെണ്ണേ, സുന്ദരിമണികളെ കാണിക്ക് താത്ത. കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് ഓലെ കാണിച്ചാ മക്കളെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ആവുകയാണ്. ഇന്നലെ ഇപ്പം ഞാൻ തുണിയും കുപ്പായൊക്കെ ഇട്ടുകാണ്ടല്ലേ ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്തത് കുട്ടികളെ നമ്മൾ നോമ്പ് തുറക്കണേ. എന്നിട്ട് അതിൻ്റെ ബോക്സും ഓഫായി. ഇതാക്കണേ ABCD എഴുതുന്നുണ്ട് ഒരു സുന്ദരി പെണ്ണ്. മന ചുണ്ടരി പെണ്ണേ, ആളാട് ചോദിച്ചാട് ചുണ്ടരി പെണ്ണുങ്ങൾ എവിടെയെന്ന്. ആ പല്ല് വന്നിക്കണ്, കാണിച്ചു കൊടുത്താ പല്ല് ഇതാ ഒന്ന് പല്ല് വന്നിക്കണ്. റിതു ആ മാക്സി ഇട്ട സുന്ദരിന്റെ അടുത്താ മാക്സി ഇട്ട് ഇച്ചുവിന്റെ ഉപ്പായിട്ട് കടാ ഉപ്പായിട്ടെടുത്താ നിക്കന്നല്ല. പാമ്പേസ്മക്ക് പോണു. ഒരു പാമ്പേസിന്റെ പാക്ക് വാങ്ങിയിരുന്നു കേട്ടോ മക്കളെ. ഓഫർ ഉണ്ട്. 699 ഉറുപ്പ്യാണ്. എത്ര പീസ്? 40 പീസ് കേട്ടോ. 42 പീസ്. അത് ഞങ്ങൾക്ക് 500 ഉറുപ്പ്യക്ക് തന്നു കേട്ടോ. പിന്നെ എന്താ മക്കളെ, ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നോമ്പൊക്കെ അല്ലേ, ഒരു പണി തന്നെ ആയിരിക്കും. ഈ ചുമ ഇതാക്കണം, മുടിയും കാട്ടിയാണ്. അതിനെപ്പോഴും തല്ലുകൂടിക്കൊണ്ടാട്ടോ ഇവര് തമ്മില്. തലയിലിട്. പൊന്നൂസിന്റെ മാക്സി ആരും കാണിച്ചിരുന്നോ? ഞങ്ങളെ ബുക്കൊക്കെ അടുക്കി വെച്ചിട്ടോ. അപ്പൊ ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ മക്കളെ. അപ്പൊ അവിടെ ഒരു സേവനവാരം നടത്തുന്നുണ്ട്. കാക്കൂന്റെ പണി കേട്ടോ. ബുക്കുകളൊക്കെ അടുക്കി പൊറുക്കി പരീക്ഷ കഴിഞ്ഞ ബുക്കുകളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ മഹമ്മദ് റിദാൻ ഇതാക്കണ ഇവിടെ. കണ്ണൊന്നും കാണിച്ചു കൊടുത്താ മഞ്ഞപ്പ് പോയിക്കണോന്ന്. കുറവുണ്ട് കേട്ടോ. ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ ഇന്നലെ പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ, ഇന്ന് ഞായറാഴ്ചയില്ല, തിങ്കളാഴ്ച പോകണം. ഇന്നലെ പല്ല് കാണിക്കാൻ പോയിരുന്നു പറഞ്ഞില്ലേ. അപ്പം കൊടുന്ന സാധനം കേട്ടോ. ഇതിന് തല്ല് കാണാൻ കൂടുകയാണ് മക്കളെ. ആ ലിനു പോയോണ്ടാണ്. ഒരു പാക്ക് വേണം പറഞ്ഞാണ്ടേ കാക്കു വാങ്ങിച്ചു കൊടുത്താട്ടോ. പനിയുണ്ടോ? എന്താണ് കൂക്കി ആർക്കണ്? ഇത് ആ കടക്കൊക്കെ മടക്കിക്കാറ്. ഇതും ആ കട്ടിൽ വന്ന് താഴത്തേക്ക് ഇറക്കിക്ക കേട്ടോ. കിടക്ക ഓന് ഭയങ്കര ചൂടായിട്ട് അവിടെ. പിന്നെ ആ കട്ടില പൊളിഞ്ഞാടാനും വയ്ക്കണു. ആ പിടിപിടി അറിയണ്ടടാ. അത് ഞങ്ങളെ മണിയറ കട്ടിലാടാ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാൻ പറ്റൂല. ആ കട്ടില പൊട്ട് ഉണ്ട് അല്ലേ, പൊട്ടിപ്പോണ്ട്. അത് ഞങ്ങളെ മണിയറ കട്ടിലാടാ. ആ വന്നെ പൊന്നൂസ്. ഇപ്പൊ ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആവുക അറിയില്ല കേട്ടോ മക്കളെ. അപ്പൊ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ലിനു മോളെവിടെ? ലിനു താഴത്തേക്ക് പോയതാട്ടോ. ചെയ്യ കുട്ടികളെല്ലാരും കട്ട. ഇന്നലെ കാക്കും വാങ്ങി കൊടുത്താണ് പല്ല് പറിച്ചാൻ പോയപ്പോഴേ. ക്ഷേമോളാകെ കടിച്ചു വരിക്ക. ചെല്ല് എന്നപ്പോ ഇവിടേക്ക് ഒന്ന് സേവനവാരം നടത്തട്ടെ. എടാ 2 ചെറുനാരങ്ങ വാങ്ങിച്ചു കൊടുന്ന ബേബിയാക്കു. വെള്ളം കലക്കി വെക്കൂട്ടോ മക്കളെ. ഞാൻ തിളപ്പിച്ചരിയാണ്. വെള്ളം കലക്കി വെച്ചാല് വൈകുന്നേരം വരെ പൊന്നൂസിനും മിന്നൂസിനും കൊടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇന്നെ കാണുമ്പോത്തിനും ഓടി വരികയാണേ. ഈ നോമ്പൊക്കെ ആവുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും പാലെടുക്കുമ്പോഴേ ഭയങ്കര ക്ഷീണം എനിക്ക്. ഇപ്പം അതിൻ്റെ മുടി വെട്ടുക. അച്ചുമ്മാൻ്റെ മുടി കത്തിച്ചണം ഇനി. കെട്ടിക്കൊടുത്താ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്താ മട്ട അടുക്കളയിൽ കുറേ പണിയുണ്ട്. ഷെയ്മോക്ക് അതന്നെ പണി. ഇട്ടോളം മുടി കോണോടെ പിടിച്ചിട്ട് കെട്ടുക. അത് പിന്നെയും വലിച്ചു പറിച്ചിടും. അപ്പം എന്താ മുത്തുമണികളെ, വർത്താനങ്ങളൊക്കെ സുഖല്ലേ? പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ കുറവുണ്ട്, തലവേദനയൊക്കെ കുറവുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ പോണു. മക്കളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ. മക്കൾക്കൊന്നും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തന്നില്ലേ മക്കളെയൊക്കെ. മുത്തുമണികളെ വല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കമൻറ്റ് ബോക്സൊക്കെ ഓഫാവും മക്കളെ. അതുകൊണ്ടാണ് വല്ലാതെ അങ്ങോട്ടേ എടുക്കാത്തത് കേട്ടോ. കൂടുതൽ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുട്ടികളെ കാണിച്ചു തരികത്താന്ന്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിരിക്കും മക്കളെങ്ങനെ കാണുമ്പോഴല്ലേ. അപ്പോൾ ഇതാക്കണ നിങ്ങളൊന്നും കണ്ടില്ലേ. ഇതിൻ്റെയും കമൻറ്റ് ബോക്സ് ഓഫാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. രാവിലെ അടിച്ചു വാരട്ടോ. ഞാൻ മുറ്റൊന്നാണ് അടിച്ചു വാരിക്കാണ്ട്
ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഷെയ്മോളെ കിട്ടൂല കേട്ടോ. നോമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓളെ കിട്ടൂല. കുറേ ഞാൻ പറയും ഒന്ന് അടിച്ചോരി കൊണ്ടടി പറയും, പിന്നെ കുട്ടികളല്ലേ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ താഴെ വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ട്, നോമ്പ് തുറയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണം കരുതി എല്ലാവരും ക്ഷണിച്ചിരിക്കണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ ഭക്ഷണമൊന്നും വല്ലാതെ ഉണ്ടാക്കണ്ടെന്ന് കരുതിക്കാണ്ട് ആരെങ്കിലുമൊക്കെ ഒരാൾ ഇവിടെ നിൽക്കൂട്ടോ. ബേബിയാളൊന്നും കൊണ്ടുപോകില്ല. ഒന്നെങ്കിൽ കാക്കും മക്കളും പോകും, അല്ലെങ്കിൽ ഞാനും മക്കളും പോകും. ആരെങ്കിലുമൊക്കെ ആയിട്ട് പോവലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെയ്മോൾ ഇതാക്കണ്, പൊന്നുമ്മാനെ നോക്കണുണ്ട്, മിന്നുമ്മ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കട്ടെ. നമ്മളെ മട്ടലൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലോണം കേട്ടോ. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അടിച്ചുവാരലും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കട്ടെ കേട്ടോ. ഞാൻ കുറേ നേരം ഈ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കുക എന്ന് പറയണില്ലേ. ഇതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥ. അവിടെ നോക്കിയാൽ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ തുടങ്ങും കേട്ടോ. അപ്പോൾ അധികമൊന്നും ഉണ്ടാക്കണില്ല, സാധാ ചോറ വെക്കണ, ലേസം ഇറച്ചിയുണ്ട്. അപ്പോൾ അതാണ് വെക്കും ചെയ്യാന്ന് കരുതി താഴേക്ക് പോണോൽക്ക് പോവും ചെയ്യാലോ നോമ്പ് തുറക്കാൻ. അപ്പോൾ പഴതാ മൂത്തച്ഛൻ കൊടുന്നാണ് പഴ കേട്ടോ. എന്താ മക്കളെ എവിടുന്നാ ഞാൻ ഇത് തുടങ്ങാം? നോമ്പ് നോറ്റാലും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ പേരിലെ സ്ഥിതി. നമ്മളെ സാഫി ലീനൊക്കെ തിന്നിട്ട് പോയതാട്ടോ അതൊക്കെ. ഇപ്പൊ അതൊക്കെ നന്നാക്കണം. നമ്മളെ സേമോള് ഉണ്ടാക്കി കൊടുത്താണ്. സേമോളോട് ഞാൻ പാത്രം മോറാൻ പറഞ്ഞിരിക്കണം. ഇതാണ് ഇപ്പൊ മോറാതെ. നോമ്പ് നോറ്റാ അങ്ങനെ തന്നെ കേട്ടോ, ഒരു പണിയും എടുക്കൂല, ഞാൻ തന്നെ എടുക്കണം. നന്നാക്കി തുടങ്ങും. ഇതിൽ എണ്ണ പറ്റിയിട്ടില്ലേ, ചട്ടീന്ന് അപ്പം കിട്ടൂല കേട്ടോ. എണ്ണ പറ്റാതെ വെച്ചാ ചട്ടീന്ന് അപ്പം കിട്ടൂല അറിയില്ലേ. എനിക്ക് അതിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ തലക്ക് പൊറുത്തിയാട്. ഞാൻ എവിടുന്ന് തുടങ്ങണം ഞാൻ വെച്ചത്. ഇനിയല്ലേ ഈ മാസം ഇവിടെ നേരത്താന്. അപ്പോൾ ആ രാവിലെ തുടങ്ങിയതാട്ടോ. റേക്കുമല്ല പാത്രങ്ങളൊക്കെ ആകെ നിലത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ രാവിലെ ആ നിസ്കരിച്ച് കാണ്ട് ആ ഓത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണ്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജാതി ആയിരിക്കൂലേ മക്കളെ. അങ്ങനെ കിടക്കരുത് കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം കടന്നിട്ട് പിന്നെ രാവിലെ നീച്ചാൽ പെരും മടിയാണ്. അതിൽ പിന്നെ ഞാൻ എന്ത് കേട്ടും വേഗം പോയിക്കാണ്ട് തലയിൽ കൂടാണ് വെള്ളം പോരും കേട്ടോ. ഇന്നലെ നോമ്പ് തുറന്നിട്ട് ഞാൻ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു വിട്ടോ, തലവേദനയൊക്കെ കുറയാനും വേണ്ടിക്കാണ്ട്. പിന്നെ അങ്ങനെ കടന്നപ്പോൾ ബോധമില്ലാതെ കടന്ന് നേരം വെളുത്തപ്പോൾ ഷെയ്മോളോട് ഞാൻ പറഞ്ഞേ, ആ കടത്തം കടന്നു കഴിഞ്ഞാൽ പെലച്ചക്ക് നീച്ചുകാണ്ട് കടത്തം കടന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ തല പൊന്തൂല. അതിൽ പിന്നെ ഞാൻ ഷെയ്മോളോട് പറഞ്ഞു, ലേസം ഭക്ഷണം എന്തെങ്കിലും കൊടുക്കടി, കുട്ടികളൊക്കെ രാവിലെ എണീക്കുമല്ലോ. അപ്പോൾ ഓള് കലക്കിപ്പാർന്നപ്പം ഉണ്ടാക്കിയാണ് കേട്ടോ. കുട്ടികളല്ലേ, ഓലുണ്ടാക്കി തന്നാൽ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ ഓലുണ്ടാക്കി തരുന്നതൊക്കെ വലിയ ഉപകാരം തന്നെ. നമുക്ക് ഈ വെയ്യാത്ത നേരത്തൊക്കെ ആരുണ്ടാകുക മക്കളെ. പക്ഷെ ഇതുപോലെ പൊടി പൂര പണിയാരും എൻ്റെ ഷെയ്മോളോ ഇതും ആരെങ്കിലുമൊക്കെ എടുത്തു തരും കേട്ടോ. പിന്നെ ഞാൻ വല്ലാതെ വീഡിയോസിൽ ഇട്ടില്ല. ഇനി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിച്ചാണ്ട് കാണിച്ചു തരണ്ടല്ലോ എന്ന് കരുതിക്കാണ്ടേ. അപ്പം നമ്മളെന്നെ ഇതിൽ ഒരുങ്ങി കേട്ടോ. അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നില്ല. ഒരു ചോറും ഉണ്ടാക്കണം, ഒരു ചാറും ഉണ്ടാക്കണം. ബാക്കിയില്ലോലും ഇനി താഴത്തേക്ക് ഇറങ്ങിപ്പോട്ടെ. ആരാ പോകണമെന്നൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പത്തെ മട്ടം പോലെയാണ് കാട്ടും. അപ്പോൾ ഇതാക്കണ് ഇന്നലത്തെ പൂളക്കൂട്ടാ ലേസം ബാക്കി ഉണ്ടായിരുന്നു. അത് ചൂടാക്കിക്കാണ്ടേ സഫക്കൊക്കെ ചോറ് കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ ആകെ വൃത്തിയായിട്ടാക്കിയിട്ടുണ്ട്. സഫ എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. എൻ്റെ 3ാമത്തെ മോള് ഇച്ചുമ്മാനെയാണ് പറയണത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓടി നടക്കലില്ലേ, ഓളെയാണ് പറയണത് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല, എന്നാലും സന്തോഷമുണ്ട്. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഉമ്മ ഒന്നാണ് പറയുന്നുണ്ട്, അതെന്താ താത്ത ഒന്ന് പറയുകൊണ്ട് ഇമ്മ എവിടെയെന്നും ചോദിച്ചിരുന്നു. ഉമ്മ അവിടെ എല്ലാം അന്ന് പോയതാണ് കേട്ടോ, ഏട്ടത്തിൻ്റെ അടുത്ത് പോയതാണ്. ഇനി ഏട്ടത്തി തിരുവനന്തപുരമൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ആങ്ങളെ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. എൻ്റെ അടുത്തൊക്കെ പോരാൻ ആരെങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. പിന്നെന്താന്നോ, കുറേ ദിവസം നമ്മളടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മാക്കൊന്ന് മാറി നിൽക്കണം. അപ്പോൾ ഏട്ടത്തിൻ്റെ അടുത്തോ ആങ്ങളുടെ അടുത്തൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഏട്ടത്തി ഇനി തിരുവനന്തപുരം പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് പോരും ഇൻഷാ അള്ളാ, അല്ലെങ്കിൽ ആങ്ങളെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലല്ലേ, ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് വാപ്പട്ടോ, സ്വന്തം ഏട്ടത്തിൻ്റെ മോനാണ്. നമ്മളെ ഏട്ടത്തി അഞ്ചത്തിയാളെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പം അത് ഉപ്പാൻ്റെ ഉമ്മാക്ക് അന്നൊരു വസിയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മമാനോട് 2 ഉമ്മമ്മയും ഒന്ന് തന്നെയാണ്.
അപ്പം ഉപ്പാൻ്റെ അമ്മയും ഇപ്പിയൊക്കെ അന്നേ കുറേ കാലം മുന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് അവനാൻ്റെ കുടുംബത്തേക്ക് തന്നെയാണ് പോന്നോട്ടെ എന്ന് കരുതിക്കാണ്ട്. പെങ്ങന്മാരൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഉപ്പാക്ക്. ഒരു 3-4 ആൺകുട്ടികളായിരുന്നു. അപ്പം അങ്ങനെ ഓസിയത്ത് വെച്ച് കാണ്ടേ അങ്ങനെ കല്യാണം കഴിച്ചതാണ് കേട്ടോ. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ എപ്പോഴും നമ്മൾ നിൽക്കണത്, ആങ്ങളെ കൊണ്ടുപോയി നോക്കൂലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആങ്ങളെയൊക്കെ കൊണ്ടുപോയി നോക്കും. പിന്നെ ഇപ്പം അവിടെ പോയി നിൽക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല മക്കളെ. പിന്നെ ഇപ്പം ഉമ്മാക്ക് തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോക്കാണ് ഉമ്മാക്ക്. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ചില നേരത്ത് തീരെ വയ്ക്കൂല, നമ്മളിങ്ങനെ താങ്ങി പിടിച്ചൊക്കെ നടക്കണം. അപ്പോൾ പിന്നെ ഞാനങ്ങനെ കൊണ്ടുവരും ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ബാത്റൂം പോകാനൊക്കെ ബുദ്ധിമുട്ടാരാ. അപ്പം ഞാനങ്ങനെ കൊണ്ടുവരും, ഉമ്മാക്കിൻ്റെ അടുത്തേക്ക് പോരും വേണം. അത് പെൺകുട്ടികളുണ്ടാകുമ്പോൾ അത് വേറെ തന്നെ അല്ലേ മക്കളെ, ഞങ്ങൾക്കൊക്കെ അറിയില്ലേ, അമ്മമാർ ഇങ്ങൾക്കൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് ഇനി ബാത്റൂമിൽ പോയാൽ കഴുകി കൊടുക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഒരു നിർപ്പതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയി നിൽക്കണം. ഇന്നെക്കൊണ്ട് അവിടെ പോയിക്കാൻ കുട്ടികളെയും കൊണ്ട് കഴിയൂല കേട്ടോ. പിന്നെ ഇപ്പം ഞാനിങ്ങോട്ട് കൊടുന്നു കാണി ഞാൻ നോക്കും ചെയ്യും. അല്ല എന്താ ചെയ്യുക, നമ്മളമ്മമാരല്ലേ, നമ്മൾ നോക്കണ്ടേ. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും നോക്കി വളർത്തിനിയല്ലേ. അപ്പോൾ ഇതാക്കണേ ഇനി അടുത്ത പരിപാടികൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളെ റിതു ഉള്ളിയൊക്കെ വെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലേസം ഇറച്ചിയുണ്ട്, ഇറച്ചിയാണ് വെച്ച് കാലേ ലേസം സാധാ ചോറാണ് വെച്ചാൽ നമുക്ക് പരിപാടിക്ക് പോകേണ്ടവർക്ക് പോവാമല്ലോ. അപ്പം ഇനി ഈ പാത്രം മോറലൊക്കെ കഴിഞ്ഞാണ്ടൊക്കെ ഒന്നാണ് വൃത്തിയാക്കി ഇടട്ടെ കേട്ടോ. എല്ലായിടത്തോളം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിക്ക് സമാധാനമല്ലേ. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാരാ. അപ്പോൾ പിന്നെ ഇതിനൊന്നും കൂടൂല. പിന്നെ ഞാൻ കിടക്കലില്ല കേട്ടോ. ആ നേരത്തെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷാവൊന്നും ഉണ്ടാവില്ല. ആ കിടത്ത് അങ്ങനെ കിടക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ചെറിയ പരിപാടികളൊക്കെ എടുക്കും കേട്ടോ. കുറേ അയൽമത്തൊക്കെ ഉണ്ടാവും. തിരുമ്പാനല്ല മക്കളെ പണി, തിരുമ്പി കൊടുന്നാലും അത് മടക്കി വെക്കാനാണ്. ഞാനാണെങ്കിൽ അത് മടക്കി വെച്ച് കണ്ട് കുഴങ്ങിയേക്കണ്. മടക്കി വെച്ചിട്ട് കാര്യമല്ല, മക്കൾ ഒന്നെടുക്കുമ്പോൾ അതൊക്കെ പാടൊന്നായിട്ടുണ്ട് ചാടലാണ്. പിന്നെ എനിച്ചിത് മടക്കണ പണി തന്നെയാണ്. പക്ഷേ ഈ മോളെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യിപ്പിക്കണോണ്ടേ, അത് അവനാൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുകയായിരുന്നാണ്ട് ചെയ്യിപ്പിക്കണോണ്ട് ഇപ്പോൾ വല്ലാതെ ഒന്നും ഇപ്പോൾ അലമ്പ് കാട്ടൂല കേട്ടോ. പോലെ തന്നെയാണ് കൊണ്ടുവരലും വൃത്തിയാക്കി വെക്കലൊക്കെ മടക്കിക്കാണ്ട്. ഇതൊക്കെ കുറേ ഉണ്ടാവും നുള്ളു നോർക്കും തിരുമ്പാനും മക്കളെ. ഇത് തിരുമ്പാനല്ലല്ലോ നമുക്ക് പണി, ഇതൊക്കെ കൊടുന്ന് മടക്കി വെക്കാനല്ലേ. കാക്കും അറിയാം അത് അവിടെ നിന്നോട്ടെ, എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ അയലുമെന്ന് എടുത്ത് കൊടുന്ന് കണ്ട് ഇട്ടാൽ മതി അറിയിട്ടോ കുട്ടികളോട്. അതെന്താണെന്നോ ഇവിടെ കൊടുന്ന് കട്ടിൽമേല ഇട്ട് കഴിഞ്ഞാൽ ഞാനോ കാക്കുവോ മടക്കി വെക്കണം. അത് എപ്പോഴാണ് മടക്കി വെക്കുക, 12 മണിയും 1 മണിയൊക്കെ ആവും. അപ്പോഴത്തേനൊക്കെ ഈ മക്കൾ ഉറങ്ങുള്ളൂ. നമ്മൾ പൊന്നും മീനൊക്കെ, അല്ലെങ്കിൽ പൊന്നൂനും മീനൂനും ഇങ്ങനെ കരഞ്ഞിട്ട് ഓല എടുത്തടക്കലും ഓലക്ക് തിന്നാൻ കൊടുക്കണയൊക്കെ പണിയാണ്. ഇപ്പം കുറേയൊക്കെ ഷെയ്മോള് ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ വലിയ പണിയൊന്നും ഇപ്പം ഞാൻ ഓളെ കൊണ്ട് എടുപ്പിച്ചാലും ഇല്ല. നോൽമ്പൊക്കെ അല്ലേ, കുട്ടികളല്ലേ, നമ്മൾ ഓലക്കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ കരുതികാണ്ട്. പിന്നെ പോലെക്കൊണ്ട് കഴിയണ പോലെ ഓല് എടുത്തരും ചെയ്യും. പിന്നെ നോമ്പ് പറഞ്ഞാൽ തീരെ കിട്ടൂല കേട്ടോ. ഒക്കെ കിടന്നുറങ്ങും, എല്ലാവരും കിടന്നുറങ്ങും. പിന്നെ ഞാൻ വിളിക്കണം നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഞാൻ പിന്നെ കിടന്നുറങ്ങൂല കേട്ടോ. കിടന്നുറങ്ങി കഴിഞ്ഞാൽ പോയി. അതിൽ പിന്നെ ഞാൻ ആ നേരത്തെ തന്നെ ഞാൻ നിസ്കാരം കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ ബേബിയാളുണ്ടാവും അങ്ങനെ തീ കൂടെ താഴത്തു കൂടെ നടക്കണ്. പിന്നെ പെലച്ചക്കൊക്കെയില്ല ചോറും ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഒപ്പിച്ച് കാണ്ട് ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഓല് തിന്ന ഭക്ഷണം, ഇവിടെ ഭക്ഷണം പാത്രങ്ങളൊക്കെ ഓലെന്നെ കഴുകും കേട്ടോ. ആരാ ഭക്ഷണം കഴിച്ചാൽ അത് കാക്കു വരെ അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ മക്കളെ ആദ്യമേ അങ്ങനെ തന്നെ, ആരാ തിന്ന് ഓലാണ് കഴുകി വെക്കും. ഇതൊക്കെ ഇപ്പോൾ ബേബിയാളതും കുട്ടികളതും ഒക്കെയാണ് കേട്ടോ. ഋതുവിൻ്റെ കാര്യമായാലും ഓൻ ഭക്ഷണം കഴിച്ചാൽ ഓൻ്റെ പ്ലേറ്റ് ഓൻ കഴുകി വൃത്തിയാക്കി വെക്കും. ഷെയ്മോളും അങ്ങനെ തന്നെ, കാക്കും അങ്ങനെ തന്നെ, ഞാനും അങ്ങനെ തന്നെ. പിന്നെ വല്ലാതെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇച്ചുലീനൊക്കെ പരത്തിയിടുന്നതാണ്, അടുക്കളയ്ക്ക് വന്നുകാണ്ട് കാട്ടിക്കൂട്ടണതാണ് നമ്മളില്ലാത്ത നേരത്തെ. ഇന്നലെ എൻ്റെ പൊടിയൊക്കെ എടുത്തുകാണ്ട് ആകെ സ്റ്റോർ റൂമൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടായിരുന്നു. പിന്നെ ചീത്ത അറിയാനും തല്ലാനൊന്നും പറ്റൂല. അപ്പോൾ അതിന് സങ്കടമാണ് ലിനുവിനെ. അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും നിൽക്കൂല, ഞാൻ അതൊക്കെയാണ് വൃത്തിയാക്കി ഇടും കേട്ടോ. ഇനി നമ്മളറിയത് ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ഇനി ആ കറിയും വെക്കട്ടെ, ചോറും അവിടെ വെച്ചേക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. പിന്നെ എപ്പോഴെങ്കിലും കാണാൻ ഒഴിവ് കിട്ടണ സമയത്ത് കണ്ടാൽ മതി കേട്ടോ. നോമ്പൊക്കെ അല്ലേ, നിർബന്ധിക്കണില്ല. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.